ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മൈ ഡ്രീം മാളൂട്ടിയിലേക്ക് സ്വാഗതം. ഇന്ന് അനീഷേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ കേക്ക് മേടിക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും നടന്നില്ല കേട്ടോ. കാരണം കുറച്ച് അസുഖങ്ങളൊക്കെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ കേക്ക് മേടിക്കണ്ട എന്നൊക്കെ കരുതി ഇരുന്നതാട്ടോ. പക്ഷെ വൈകുന്നേരം ആയപ്പോഴത്തേനൊരു വിഷമം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അസുഖമൊക്കെ വരും, ഒരു സൈഡിൽ കൂടെ നമ്മൾ സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കണ്ടേ. അപ്പോൾ അങ്ങനെ തന്നെ വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ലുലുവിലേക്ക് അങ്ങ് പോയി. അങ്ങനെ ഞങ്ങളിത് ഈ കേക്ക് ഒരെണ്ണം അങ്ങ് എടുത്തു കേട്ടോ. ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ്. എല്ലാവർക്കും, ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടം ചോക്ലേറ്റിനോട് തന്നെയാണ് കേട്ടോ. ആ ഫ്ലേവറിനോടാണ് കേക്ക് മേടിക്കുമ്പോൾ 3 പേരും ഒരുപോലെ പറയുന്നത് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറായിരിക്കും. അങ്ങനെ ഈ പ്രാവശ്യം നമ്മൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറിൽ തന്നെ പിടിച്ചു കേട്ടോ. പിന്നെ സൈഡിലായിട്ട് ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. അത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ വെറുതെ പോരില്ലല്ലോ. അവിടെ നിന്ന് 2-3 ഐറ്റമൊക്കെ എടുത്തിങ്ങ് പോന്നു. ഇന്ന് വലിയ തിരക്കില്ലായിരുന്നു. വീക്കെൻഡ് ആട്ടോ ഇവിടെ തിരക്ക്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇത് ബില്ലടിക്കാൻ കയറി. ഇപ്പം നമ്മൾ മിക്കപ്പോഴും സെൽഫ് സർവീസിലാട്ടോ കയറുന്നത്. കാരണം മറ്റേത് വെയിറ്റ് ചെയ്യണമല്ലോ. ഇവിടെ വലിയ തിരക്കുണ്ടാവാറില്ല. ഈ ലുലുവിലാട്ടോ ഇങ്ങനത്തെ അവന്യൂ മാളിലെ ലുലു ആണ് കേട്ടോ ഇത്. അവിടെയാണ് ഇത് ഇങ്ങനത്തെ സെൽഫ് സർവീസ് ഉള്ളത്. നമുക്ക് പെട്ടെന്ന് പരിപാടിയൊക്കെ തീർത്ത് ക്യൂ ഇല്ലാതെ പോരാം. മറ്റേ ബില്ലിംഗ് സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ക്യൂ നിൽക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞു. അവിടെ തന്നെ നമുക്ക് എടുത്തു വയ്ക്കാനുള്ള കവറെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ബില്ലൊക്കെ അടിച്ചു, കേക്കും മേടിച്ചു. ഇനി വീട്ടിലേക്ക് നേരെ കേട്ടോ. വീട്ടിലേക്ക് പോയി ഈ കേക്കൊക്കെ ഒന്ന് മുറിച്ച് ഒരു സന്തോഷം. ഇതൊരു ചെറിയ സന്തോഷമല്ല കേട്ടോ, മനസ്സിന് വലിയ സന്തോഷം തരുന്ന കാര്യം. ശരിക്കും വിഷമമായിരുന്നു ഉച്ചയ്ക്ക്. കാരണം എന്തെല്ലാം ചെയ്തിട്ട് ഒരു ചെറിയ കേക്ക് മേടിച്ച് മുറിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനീഷേട്ടൻ്റെ അത് മനസ്സിലായി. അനീഷേട്ടൻ അപ്പോൾ വൈകുന്നേരം വന്നിട്ട് ഇനി അമ്മയ്ക്കും മോക്കും വിഷമം വേണ്ട, നമുക്ക് പോയൊരു കേക്ക് മേടിച്ചുകൊണ്ട് വരാമെന്ന്. കാരണം അതൊരു സന്തോഷമല്ലേ, ഒരു പ്രത്യേക ദിവസമല്ലേ. ഞങ്ങൾ വീട്ടിലെത്തി. അവിടുന്ന് ഇവിടം വരെ മടിയിൽ വെച്ചുകൊണ്ട് വന്നു കേട്ടോ. കാരണം ബാക്കിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്കായി പോയി കേക്ക് മൊത്തം നാശമാവും. അതുകൊണ്ട് ഞാൻ കയ്യെ പിടിച്ച് വെക്കുമായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാ സാധനങ്ങളും ഒരച്ഛനും മോളും കൂടെ കയ്യെ പിടിച്ചു. നമുക്ക് എന്തെങ്കിലും വയ്യായികകളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് പോയി ഇത് ചെറിയ ഒരുപാട് സ്ട്രെയിൻ ചെയ്യണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. കുറച്ചൊന്ന് പുറത്ത് പോയി നമ്മളൊന്ന് മൈൻഡ് ഫ്രഷ് ആകുന്ന എപ്പോഴും നല്ല കേട്ടോ. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ചുരുണ്ടുകൂടി ഇരിക്കുമ്പോഴാണ് നമുക്കതിന് സത്യം പറഞ്ഞാൽ അസുഖം ഇച്ചിരിയോടെ കൂടും. ഇപ്പോൾ വയ്യായികകളുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് ഹാപ്പി ആയി കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഹാപ്പി ആയി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ചെറിയ പണികൾ വരാറുണ്ട് കേട്ടോ. അസുഖങ്ങളായിട്ടും അങ്ങനെ വരാറുണ്ട്. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ബർത്ത്ഡേയുടെ സന്തോഷം. ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.